നല്ല ഇടയൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ആടിനെ പിടിക്കാൻ ചെന്നായി വരുമ്പോ ആ ഇടയൻ കാത്തു നിൽക്കും ചെന്നായി കൊണ്ടുപോകാതിരിക്കാൻ. പക്ഷെ നിങ്ങൾ അറിയും ഇടയന്റെ വില. ആരോടൊക്കെ പരിശുദ്ധന്മാർ പറയുന്നു, നിങ്ങളെ ഈ സഭയിലാക്കി വെച്ചിരിക്കുന്ന അഭിഷിക്തന്റെ വില ഇതിന്റെ ചിലർ അറിയുന്ന ഒരു പരിധി കഴിയുമ്പോൾ നിങ്ങൾ അയ്യോ എന്ന് വിളിക്കുന്ന ഒരു കാലഘട്ടമുണ്ടെന്ന് ആത്മാവ് വിളിച്ചു പറയുന്നു. ഈ കാലഘട്ടത്തിൽ പ്രവചിക്കാൻ പലരും അപ്പുറത്ത് നിനക്ക് കാണും, ശുശ്രൂഷ ചെയ്യാൻ നിനക്ക് അപ്പുറത്ത് പലരും കാണും. പക്ഷെ പരിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്കകത്ത് വിശുദ്ധിയോടും വേർപാടോടും കൂടെ ഇരിക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്കിപ്പോ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി കൊടുക്കേണ്ടുന്ന സമയമാണ്. നമുക്ക് ഒരു ഗാനം ആലപിക്കുമ്പോൾ നമുക്ക് ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കാം. സ്തോത്രപ്പ. വെറും കൈയായി കടന്നു വരാതെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി കൊടുക്കുവാൻ ദൈവത്തിന്റെ നാദാദൈവ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്ന എല്ലാ വഴിപാടുകൾക്കായി സ്തോത്ര കാഴ്ചകൾക്കായി ദശാംശങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന യേശുപ്പച്ച അവരിത് നാദാദൈവ സന്തോഷത്തോടെ ഇതിന്റെ ഒക്കെ തിടുമ്പോൾ സന്തോഷത്തോടെ കൊടുക്കുന്നവനെ അനുഗ്രഹിക്കുന്ന ദൈവം ഒന്നിനും കുറവില്ലാതെ കർത്താവ് മാനിക്കണം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന വചനം പറയുന്നത് പോലെ ഇവിടെ ജീവിതത്തിന്റെ അകത്ത് ചില മാന്യതയുടെ ചില അനുഗ്രഹത്തിന്റെ ജോലി മേഖലകൾ സാമ്പത്തികമായ ആരോഗ്യപരമായ ആവശ്യങ്ങൾ എന്താണോ കർത്താവ് വിഷയത്തിന്റെ അകത്ത് അങ്ങ് ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ പകരണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.
25 വാക്യം. അന്ന് രാത്രി യഹോവ അവരോട് കൽപ്പിച്ചത്, നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവന്ന് നിന്റെ അപ്പനുള്ള ബാൽ ബലിപീഠം ഇടിച്ച് അതിന് നേരെയുള്ള അശൂര പ്രതിഷ്ഠയെ വെട്ടിക്കളക. അപ്പൊ ദൂതൻ എൻകൗണ്ടറിലൂടെ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം തകർക്കുന്നത് അശുദ്ധാത്മാവിന്റെ കേന്ദ്രമായിരിക്കും. കേട്ടില്ല? ദൂതൻ നിന്നോട് സംസാരിച്ചു തുടങ്ങിയാൽ നീ ആദ്യം പ്രതികൂലമാകുന്നത് അശുദ്ധാത്മാക്കളോടായിരിക്കും. അപ്പൊ എല്ലാവർക്കും നിന്നെ ഇഷ്ടപ്പെടില്ല. വിമർശനര് കൂടും, പരിഹാസികൾ കൂടും, നിന്ദിക്കുന്നവര് കൂടും. കൂടെ നിൽക്കുന്നവരെ നമ്മെ അംഗീകരിക്കാൻ പറ്റില്ലെന്ന് ഓടിപ്പോകും അവര് പലരുടെ അടുക്കൽ. അത് അറിയുമ്പോഴുള്ള വേദന എത്രമാത്രം വലുതായിരിക്കും. ആദ്യമൊക്കെ ശീലമാകുന്നവര് ആ വേദന തോന്നും, പിന്നെ വേദന തോന്നത്തില്ല. അത് ഇടയന്റെ പ്രത്യേകത. അവരങ്ങ് മറക്കും. ഈ ലോകരാശേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസമോദിയാലും, ഈ ലോകരാശേപം ചൊല്ലിയാലും ദുഷ്ടർ കേട്ടില്ല തോന്നണം. കഴിഞ്ഞ മാസം ഞാൻ പ്രസംഗിച്ച പ്രസംഗം എന്തായിരുന്നു? കഴിഞ്ഞ മാസം ഞാൻ പ്രസംഗിച്ച പ്രസംഗം എന്തായിരുന്നു? ഗിഫ്റ്റ് വരും അടുത്ത മാസം. ഉറക്ക പറഞ്ഞു, എഴുന്നേറ്റെന്ന് പറഞ്ഞു. എഴുന്നേറ്റ് ഞാൻ കേൾക്കുന്നില്ല. എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങൾ പേടിക്കാൻ പറഞ്ഞോ. ആലയത്തിന്റെ നദി പുറപ്പെട്ടു. പിന്നെ ഒരു വ്യക്തിയെ പറ്റി ഞാൻ പറഞ്ഞു. ആ വ്യക്തിയാണ് എനിക്ക് വേണ്ടത്. ഫസ്റ്റ് പാർട്ട്. ഒറ്റയ്ക്ക് നിന്ന ഒരു മനുഷ്യൻ, വീണ്ടും നിങ്ങളുടെ ഓർമ്മയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന. എഴുന്നേറ്റ് പറഞ്ഞേ. അത് തന്നെ. ആ ഗിഫ്റ്റ് അമ്മയ്ക്ക് വെച്ചിരിക്കുന്നു. കൈയടിച്ച എല്ലാവരും. ഏലിയാവും ബാലിന്റെ പ്രവാചകന്മാരുള്ള യുദ്ധം. അതല്ലേ പറഞ്ഞേ ഫസ്റ്റ്.
ഇനി ഞാൻ ഗിഫ്റ്റ് കൊണ്ടേ വരുള്ളൂ. എല്ലാ ദിവസവും ഗിഫ്റ്റ് കൊണ്ടുവരുമ്പോൾ എൻ്റെ മക്കൾ എല്ലാവരും വചനം പഠിക്കും, ശ്രദ്ധിച്ചിരിക്കും. ഇന്ന് കേൾക്കുന്ന വചനം മറന്നു പോകരുത്, അല്ലേ? അതല്ലേ നല്ലത്? അപ്പൊ നോക്കൂ, സിസ്റ്ററിന്റെ കയ്യിൽ ഗിഫ്റ്റ് ഉണ്ടോ എങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിരിക്കും. ഹല്ലേലൂയ. റൂട്ട് തിരിഞ്ഞു പോവുകയാണ്. ദൈവം ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നന്മയ്ക്കാണ്. അപ്പോ ഇതിന്റെ അകത്ത് 32,000 പേര് ആരുടെ കൂടെ ഉണ്ടായിരുന്നു? ഗിദെയോന്റെ കൂടെ. അതിനു മുമ്പേ ഇതിന്റെ അകത്ത് സംഭവിക്കുന്നത്, അവൻ എന്ത് ചെയ്യുന്ന, രാത്രി ഗിദെയോനും സംഘവും എല്ലാ പ്രതിഷ്ഠകളെയും തകർക്കും. ദൂതം വന്ന അതാണ്, അങ്ങനെയാണ്. ദൂതം വന്നാൽ നമുക്ക് പേടി തോന്നില്ല. ആര് കൂടെ ഇല്ലേലും നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കും. നിങ്ങൾ തന്നെ തട്ടിപ്പറ, ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കും. നിങ്ങളോട് പറ, അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഹലോ, വചനം ബാക്കിയുള്ള സമയമല്ല, തട്ടി പറയാനാണ് പറഞ്ഞത്. തട്ടി പറഞ്ഞേ, ആന്റിയോട് പറഞ്ഞേ, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കും, നിങ്ങൾ ബലമുള്ളവരാണ്. ഒന്ന് ചിരിച്ചു പറഞ്ഞേ. പക്ഷോ ആരും ആരെയും നോക്കുന്നില്ല. ഒന്ന് ചിരിച്ചേ, നോക്കിക്കേ. അടുത്തിരിക്കുന്ന വ്യക്തി അറിയാമോന്നെങ്കിൽ ഇത് നോക്കിക്കേ. നോക്കിക്കോ. ഒരു സമയം, ഒരു മിനിറ്റ് ഞാൻ തരുക. ഇത്രയും നേരം നിങ്ങൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞേ, നിങ്ങൾ പ്രവചിച്ചേ, നിങ്ങളുടെ മേലുള്ള ദൈവ സാന്നിധ്യം ചിലതിന് ഉത്തരം പറയും. അഭിഷിക്ത പരിശുദ്ധം നിങ്ങളോട് ആലോചന പറയുന്നു. ചില വിദേശ യാത്രകൾ കർത്താവ് നിങ്ങൾക്ക് തുറക്കാൻ പോകുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പാസ്പോർട്ട് എടുത്തു വെച്ചിട്ട് നീണ്ട വർഷമായി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വാചകം ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം. വേറൊന്നുമല്ല, ദൈവത്തിന്റെ സമയമാകും വായിക്കണം, അല്ലേ? പല ദൈവദാസന്മാരും നിങ്ങളോട് ദൂത് പറഞ്ഞു യാത്രകൾ തുറക്കുമെന്ന്. പക്ഷേ അഭിഷിക്ത, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വേറെ ഒന്നുമല്ല, ദൈവത്തിന്റെ സമയത്തിന്റെ അകത്ത് തുറക്കണമെന്ന കർത്താവ് എന്നോട് പറയുന്നു. ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പേ അഭിഷിക്ത, ചില രാജ്യങ്ങൾ നിനക്ക് വേണ്ടി തുറക്കും. നിങ്ങളുടെ ക്യാഷ് കൊടുത്തിട്ട് നിങ്ങൾ പോവില്ല. നിങ്ങൾക്ക് വിസിറ്റിംഗ് വിസ ചിലര് കരങ്ങളെ ഒരുക്കും. കർത്താവ് ദൈവത്തിന്റെ മക്കൾക്ക് ഒരുക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ലെന്ന്, ഒരു ചെവി കേട്ടിട്ടില്ലെന്ന്, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലെന്ന്. വിദേശ യാത്രകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പ്രാർത്ഥിച്ചേ, എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കണം. ഹല്ലേലൂയ. അത് നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരിക തന്നെ. ഹല്ലേലൂയ. അപ്പോ ഇതിന്റെ അകത്ത് പറയുന്ന ഒരു കാര്യം, അപ്പൊ ഈ യാഗപീഠമൊക്കെ പൊട്ടിച്ചു കളഞ്ഞപ്പോ അവർക്ക് ഗിദെയോനോട് ദേഷ്യമായി, അല്ലേ? സ്വാഭാവികമായിട്ടും ഇന്നലെ വരെ തൊഴുതുകൊണ്ടിരുന്ന വിഗ്രഹങ്ങളെ ഇടിച്ചു കളഞ്ഞ അവര് മിണ്ടാതിരിക്കോ? അവര് ഇളകാൻ തുടങ്ങി. ഇതാരാണ് ചെയ്തതെന്ന് അന്വേഷണം തുടങ്ങി. റിവൈവൽ ഫയർ ഗ്ലോബൽ മിനിസ്ട്രീസ് ആരാണ് നടത്തുന്നതെന്ന് തിരുവനന്തപുരം ജില്ലയിലകത്ത് പലരും അന്വേഷണം തുടങ്ങി. നിങ്ങൾക്കൊരു സന്തോഷമില്ലല്ലോ. പലരും നിങ്ങളെ കുറിച്ച് എന്നോട് ചോദിക്കാൻ തുടങ്ങിയെന്ന്. അമേരിക്ക, ജർമ്മനി, ലണ്ടൻ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ജനമാണ്. ഞാനും പറഞ്ഞു വളരെ ആക്റ്റീവാ. ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു വളരെ ആക്റ്റീവാ, എന്നോട് കൂടെ വളരെയധികം സഹകരണമാണ്. നിന്നെയും വേദനയും ഞെരുക്കൊന്നും വിളമ്പാനല്ല എന്നെ വിളിച്ചത്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, നിന്നെ ഏൽപ്പിച്ച വേല, നിന്റെ ദർശനം നിനക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ നോക്കരുത്, സാഹചര്യങ്ങളെ നോക്കരുത്. ഇന്ന് നിന്റെ കൂടെ ഉള്ളവരൊക്കെ നിന്നെ മറന്നു കളഞ്ഞാലോ, നിന്നിൽ നിന്ന് അകന്നു പോയാലോ, നിന്റെ ദർശനത്തിൽ നീ എത്തും. ആദ്യം കർത്താവ് സെപ്പറേറ്റ് ചെയ്യും. അത് എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. ഒറ്റപ്പെടൽ അനുഭവിക്കണം. ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോഴാണ് വേദന. നമ്മൾ അലറി കരയുമ്പോൾ നമ്മളെ സ്നേഹിക്കാൻ, നമ്മളെ സഹകരിക്കാൻ, നമ്മളൊന്ന് ആശ്വസിപ്പിക്കാൻ ആരുമില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ കരച്ചിൽ എന്ത് ചെയ്യും? ആരുമില്ല, ആരുമില്ല, അതുകൊണ്ട് കൂടും. ആരുമില്ലെങ്കിൽ നിങ്ങളുടെ ആ കരച്ചിൽ കൂടുമോ കുറയോ? കുറയും. നമ്മളെ ആരും കേൾക്കാനില്ല. അപ്പോഴും നമ്മുടെ കണക്ഷൻ ആരുമായിട്ടാവും? പപ്പ ശ്രദ്ധിക്കണില്ല, അമ്മ ശ്രദ്ധിക്കണില്ല, സഹോദരൻ ശ്രദ്ധിക്കണില്ല, സഹോദരി ശ്രദ്ധിക്കണില്ല, ഭാര്യ ശ്രദ്ധിക്കണില്ല, ഭർത്താവ് ശ്രദ്ധിക്കണില്ല. അപ്പോൾ നമ്മൾ കർത്താവുമായി കണക്ട് ആകും. മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് ആരുമില്ല അപ്പ, എന്റെ കർത്താവ് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം കൂടെ നിന്നോട് പറയാം. നീ ഉയർച്ച അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത് നിന്റെ ആര് മാത്രമാ? നിന്റെ അപ്പ മാത്രമാ, നിന്റെ കർത്താവ്. ഒരു പരിധി കഴിഞ്ഞ് നീ വളരുമ്പോഴുണ്ടല്ലോ, എല്ലാ ശത്രുക്കൾ കൂടും. ശത്രുക്കൾ കുറയില്ല, ശത്രുക്കൾ കൂടും. അതിൻ്റെ അകത്ത് ശത്രു സൈന്യത്തോട് ഉത്തരം പറയാൻ സ്വർഗം ഇറങ്ങി വരും. ഹല്ലേലൂയ. അതിൻ്റെ അകത്ത് ഈ ബാലിന്റെ പ്രവാചകം
മേഖലകളെല്ലാം പൊട്ടിച്ചു കളഞ്ഞ് അമാലേക്യരുടെ കിഴക്ക് ദേശക്കാരുടെ ആ ബലിപീഠങ്ങളൊക്കെ തകർത്ത് കളഞ്ഞപ്പോ എല്ലാവരോടുള്ള ദേഷ്യം ആരോടായി? ഗിദെയോനോടായി. ഇപ്പൊ ഞാൻ അത് അനുഭവിക്കുന്നുണ്ട്. ആരും കേൾക്കുന്നില്ല, ആരും കേൾക്കുന്നില്ല. ചില അശുദ്ധാത്മാക്കളൊക്കെ ഭവനത്തിന്റെ അകത്ത് അടിച്ചോണ്ടിരിക്കുമ്പോ അതെല്ലാം കൂടെ അതുങ്ങളെടുത്താണോ പറഞ്ഞേ? പിന്നെ ആരെടുത്ത് വരും? ആരാ ഇളക്കി വിട്ടെ? അതുകൊണ്ടാ പ്രാർത്ഥിക്കാൻ പറയണേ. നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ശുശ്രൂഷകന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ പേഴ്സണൽ പ്രയർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ ദൈവത്തിന്റെ കരം അവിടെ കൂടെ ഇരിക്കണം. ഹല്ലേലൂയ. അപ്പൊ അതിനകത്ത് സംഭവിക്കുന്നത് ഗിദെയോന്റെ കൂടെ 32,000 പേരുണ്ട്. എത്ര പേരുണ്ടായിരുന്നു? 32,000 പേര്. അപ്പൊ യഹോവ പറഞ്ഞു, ഇല്ല ഇല്ല, പറ്റില്ല. ഇവരെ കൂടെ കൊണ്ടുപോയാൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ജയിക്കാൻ പറ്റില്ല. ചിലരെ കൂടെ കൂട്ടിയാൽ ജയം ഉറപ്പ്, ചിലരെ കൂടെ കൂട്ടിയാൽ തോൽവി ഉറപ്പ്. യൂട്യൂബിൽ ഞങ്ങളുടെ മെസ്സേജ് കേൾക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധമ വിളിച്ചു പറയുന്നു, എല്ലാവരുടെയും കൂടെ നടന്നാൽ നിനക്ക് ജയത്തിൽ എത്താൻ കഴിയില്ല. ദൈവം നിയോഗിച്ച ചിലരുമായി നീ കണക്ട് ആയാൽ നീ ശുഭ ദൂരമുഖത്തെത്തും. നിന്റെ കൂടെ നിന്നിട്ട് നിന്നെ വഞ്ചിക്കുകയോ, നിന്റെ കൂടെ നിന്നിട്ട് നിന്നെ ചതിക്കുകയോ, നിന്നെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ് പരത്തുകയും ചെയ്യുന്ന ചിലതിനെ കട്ട് ചെയ്തിട്ട് ദൈവവുമായി കണക്ട് ചെയ്യുന്ന, ആത്മാവിൽ ചലിക്കുന്ന ഒരു ജനറേഷനുമായി ആത്മാവ് കണക്ട് ചെയ്യിക്കാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം കണക്ട് ചെയ്തത് എങ്ങനെ അറിയാൻ പറ്റും? സമാധാനം കാണും സഹോദരിമാരെ. കേട്ടില്ല? ദൈവം കണക്ട് ചെയ്ത ബന്ധത്തിന്റെ അകത്ത് സമാധാനം കാണും. അവർ നമ്മളെ ടെൻഷൻ അടിപ്പിക്കില്ല. അവർ നമുക്ക് എപ്പോഴും ആശ്വാസമായിരിക്കും. നമ്മളെ കുറിച്ച് കുറ്റം പറയില്ല, വിമർശിക്കില്ല. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നേരെ വന്ന് നമ്മളോട് പറയും, സിസ്റ്റർ ഇങ്ങനെ ഒരു വിഷമം ഉണ്ടായി, അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ളവരെ യഥാർത്ഥ കൂട്ടുകാർ. അല്ലാതെ നമ്മുടെ കുറവ് മറ്റുള്ളവരോട് പറഞ്ഞ് നടക്കില്ല. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ചെയ്യുന്ന പ്രതിഫലം അത് നല്ലതാകിലും തീയതാകിലും പ്രാപിക്കേണ്ടത് ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ ഇതിന്റെ അകത്ത് ഗിദെയോന് വീണ്ടും സംശയമാണ്. എന്തെന്നറിയാമോ? ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുക. ഗിദെയോന്റെ പരീക്ഷ, ദൈവത്തെ പരീക്ഷിക്കുക. ഗിദെയോൻ ഒരാട്ടിന്റെ തോലെടുത്ത് വെച്ച ശേഷം അതിന്റെ അകത്ത് മഞ്ഞ് പൊഴിഞ്ഞ് വീഴുന്നെങ്കിൽ കർത്താവ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കും. ആ ദിവസം കഴിഞ്ഞ് പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോ ഗിദെയോൻ കണ്ടത് എന്തെന്നറിയാമോ? ആ ആട്ടിൻ രോമത്തിന്റെ അകത്ത് മുഴുവൻ എന്താണ്? മഞ്ഞാണ്. ഇതുകൊണ്ടും ഗിദെയോന് തൃപ്തി വന്നില്ല. ഗിദെയോൻ രാവിലെ വീണ്ടും യഹോവയോട് പറയുകയാണെങ്കിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി ഒരു കാര്യം ചെയ്യണം, നീല ഒക്കെ നനയണം. ഈ തോല് മാത്രം എന്ത് ചെയ്യണം? ഉണങ്ങിയിരിക്കണം. കർത്താവ് അതും ചെയ്തെന്ന്. ചിലര് പരീക്ഷിക്കും കർത്താവിനെ. പരീക്ഷിച്ച് 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 എന്തിനാ പരീക്ഷിക്കണേ? ദൈവം എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടോ എന്നറിയാമോ? ഇതിൻ്റെ അകത്ത് അങ്ങനെയുള്ള പുള്ളികളുണ്ട്. ചിരിക്കുവാരൊക്കെ കർത്താവിനെ പരീക്ഷിക്കരുത്. കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നീ എഴുന്നേറ്റ് വരണം. അപ്പൊ 32,000 പേരുമായി ഇദ്ദേഹം പുറപ്പെടുകയാണ്. അപ്പോ അതിൻ്റെ അകത്ത് കർത്താവ് പറയുന്ന ഒരു കാര്യം, 2-ാം വാക്യം വായിക്കാമോ? ന്യായാധിപന്മാർ 7:2. യഹോവ ഗിദെയോനോട്, നിന്നോട് കൂടെയുള്ള ജനം അധികമാകുന്നു, എന്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രായേൽ എന്റെ നേരെ വമ്പ് പറയാതിരിക്കേണ്ടതിന് ഞാൻ മിദ്യാന്യരെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല. ആകയാൽ നീ ചെന്ന് ആർക്കെങ്കിലും ഭയവും ഭീരുതയും ഉണ്ടെങ്കിൽ അവൻ ഗിലെയാഡ് പർവ്വതത്തിൽ നിന്ന് മടങ്ങി പൊയ്ക്കൊള്ളട്ടെ എന്ന് ജനത്തിൽ പ്രസിദ്ധം. ഇത് കേൾക്കേണ്ട താമസം 20,000 പേര് ഓടിക്കളഞ്ഞു. ഇത് കേൾക്കേണ്ട താമസം 20,000 പേര് ഓടിക്കളഞ്ഞു. ആകെ എത്ര പേരുണ്ടായിരുന്നു? 32,000 പേരുണ്ടായിരുന്നു. 20,000 പേര് ഓടിക്കളഞ്ഞു. ദൈവിക നിയോഗത്തിൽ നിന്ന്, ദർശനത്തിൽ നിന്ന്. യുദ്ധം എനിക്ക് ചെയ്യാൻ വയ്യ, അത് നഷ്ടങ്ങൾ ഉണ്ടാക്കും, മുറിവുകൾ ഉണ്ടാക്കും, പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് 20,000 പേര് ഓടിക്കളഞ്ഞു. പിന്നെ ബാക്കി എത്രയുണ്ട്? 10,000 പേര്. കർത്താവ് പിന്നെയും പറഞ്ഞു 10,000 പേര് പറ്റൂല. ചിലപ്പോ കർത്താവ് അങ്ങനെയാ, പരിശുദ്ധന്മാരുടെ റൂട്ടിലൂടെ പോയ അങ്ങനെയാ. 10,000 കൊണ്ട് യുദ്ധം ചെയ്താൽ നീ ജയിക്കത്തില്ല. ഇതിന്റെ അകത്തും ഒരു പരീക്ഷണം. ഇവരെ വെള്ളത്തിലേക്ക് കൊണ്ടുപോകണം. പരീക്ഷ എപ്പോഴും വെള്ളത്തിലാണ്. സ്നാനപ്പെട്ടിട്ടുണ്ടോ? പരീക്ഷ എപ്പോഴും വെള്ളത്തിലാണ്. രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? മുഴുവൻ സ്നാനം പ്രാപിച്ചിട്ടുണ്ടോ?
ഇല്ലെങ്കിൽ മണവാളൻ നേരത്തെ വന്നാൽ നീ എവിടേക്ക് പോകുമെന്ന് നിനക്ക് തന്നെ അറിയാം. ഞാനത് പറയുന്നില്ല. വെള്ളത്തിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ഒരു പരീക്ഷണം എന്തെന്നറിയാമോ? ഇവരോട് വെള്ളം കുടിക്കാൻ പറയുക. ചിലര് മുട്ടുമടക്കി കുടിക്കും. ഭയങ്കര ഭയഭക്തിയോട് റിവൈവൽ ഫയറിന്റെ അകത്ത് വന്നിട്ട് മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോ കർത്താവേ എന്നെ ബഹുമാനിക്കണം. വല്ലാത്ത ഭയഭക്തി നടിക്കുന്ന ചിലരുണ്ട്. അവർക്ക് ദൈവത്തിന്റെ ഒരു ബന്ധവുമില്ല. നമുക്കത് അവരുടെ ക്യാരക്ടർ അറിയുമ്പോൾ മനസ്സിലാവും. പക്ഷേ അതിൻ്റെ അകത്ത് ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ എങ്ങനെയുള്ളവരാ? പട്ടി നക്കി കുടിക്കുന്നത് പോലെ കൈക്കുമ്പിളിൽ വെള്ളം കുടിക്കുന്ന ചിലരെ 300 പേരെ 10,000 പേരിൽ നിന്ന് 300 പേരെ കർത്താവ് തിരഞ്ഞെടുത്തു. ഇത് ഭയങ്കര ദൈവ സാന്നിധ്യമുള്ള ജനമായിരുന്നു. 32,000 പേർക്ക് പറ്റാത്തത് 300 പേർക്ക് പറ്റിയെന്ന് വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അതാ പറഞ്ഞത്, ദൈവരാജ്യത്തിന്റെ തീ പോലെ നിൽക്കുന്ന ചിലതിനെ കർത്താവിന് മതിയെന്ന്. ഇങ്ങനെയായിരുന്നു സെലക്ഷൻ. ആ സെലക്ഷൻ്റെ അകത്താണ് നിങ്ങൾ ഇരിക്കുന്നത്. ആ 300ന്റെ അകത്ത് 32,000 പേരിന്റെ അകത്ത് 20,000 പേര് ഓടിയില്ലേ? അവരുടെ കൂടെ നിങ്ങളില്ലെന്ന്. ആ 10,000 പേരില്ലേ? അതിന്റെ അകത്ത് നിങ്ങളില്ലെന്ന്. ആ 300 പേരില്ലേ? അതിന്റെ അകത്താണ് നിങ്ങൾ. നിങ്ങളുടെ ഒരു കയ്യിലോ ആള്, ഒരു കയ്യിൽ ഒരു മൺകുടം, അതിന്റെ അകത്തൊരു തീപ്പന്ത. ഗിദെയോൻ പറഞ്ഞു പുറപ്പെടുക. എന്തു പറഞ്ഞു? യുദ്ധത്തിന് സമയമായി, പുറപ്പെടുക. ഒരു കയ്യിൽ വാള്, ഒരു കയ്യിൽ മൺകുടം, അതിന്റെ അകത്ത് തീപ്പന്തം. ഈ തീപ്പന്തവുമായി ആ പാളയത്തിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോൾ വല്ലാത്ത ഭയം തോന്നും. രാത്രിയാമത്താണ് അവർ ചെല്ലുന്നത്. അവിടെ വല്ലാത്ത ഭയം തോന്നി. എന്ത് ചെയ്യുന്നറിയാമോ? ഇവര് തമ്മിൽ തന്നെ കുത്തി മരിക്കും. വാള് കൊണ്ട് കുത്തി മരണപ്പെടും. അതിൻ്റെ അകത്ത് ഈ 32,000 പേരെ കൊണ്ട് പോയിട്ട് നടക്കാത്തത്, അവർക്ക് സാധിക്കാത്തത് ഈ 300 പേരെ കൊണ്ട് കർത്താവ് ചെയ്യിച്ചെന്ന് എന്താ പറയുന്നതിന് സൂചിപ്പിക്കുന്നത്? നീയാകുന്ന മൺകൂടാരത്തെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ കർത്താവ് കത്തിക്കൂ. ചില മിഥ്യാജ്ഞ ദുഷ്ട വ്യാപാരങ്ങളെ പരിശുദ്ധാത്മാവ് പൊട്ടിച്ചവയോ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ദൈവ സാന്നിധ്യത്തിലേക്ക് മൺകുട പൊട്ടിക്കാൻ പറയും. ഒരു സമയം കഴിയുമ്പോൾ മൺകുട പൊട്ടും. കൂടാരമാകുന്ന ഭൗമഭവനം ഒഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നു. നിന്റെ ഈ കൂടാരം നിനക്ക് ഇവിടെ വിട്ടിട്ട് പോയേ പറ്റൂ. നീ എത്ര വലിയ സമ്പത്തുള്ള വ്യക്തിയായാലും, എത്ര വലിയ ധനികനായാലും, എത്ര വലിയ കുലത്തിലുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞാലും, നീ പോയിട്ടിരിക്കുന്ന ഈ ഡ്രസ് ഇവിടെ ഇട്ടിട്ട് പോയാലേ പറ്റൂ. കൂടാരമാകുന്ന ഈ ഭൗമഭവനം പൊളിയും. നിന്റെ അകത്തുള്ള ആത്മാവ് കത്തുന്ന സമയം ആരും വെറുതെ ഇരിക്കരുത്. നീ കർത്താവുമായി കണക്ട് ആകാനുള്ള സമയമാണ്. ആ വിദ്യാലയരെ തകർക്കാൻ 300 പേര് നിന്റെ അകത്തുണ്ട്. അതിലൊരാൾ ഞാനാ. എത്ര പേര് പറയും? നിന്റെ മുമ്പിൽ നിൽക്കുന്ന കടഭാരമാണോ? നിന്റെ മുമ്പിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ ഭാവിയാണോ നിന്റെ വിഷയം? നിന്റെ കുടുംബ ജീവിതത്തിന്റെ തകർച്ചയാണോ? നിന്റെ ശുശ്രൂഷയിലകത്തൊരു വഴി തുറക്കുന്നില്ലെന്നാണോ നിന്റെ വിഷമം? ഒരു സാമ്പത്തിക വഴി നിനക്ക് തുറക്കുന്നില്ലെന്നാണോ നിന്റെ വിഷമം? ജീവിക്കാൻ പോലും തോന്നുന്നില്ല എന്ന് ഭാരപ്പെടുന്ന ആരൊക്കെയോ ഇതിനകത്ത് ദൈവശബ്ദം കേൾക്കുന്നുണ്ട്. നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് അദൈവിക സമാധാനം വെളിപ്പെടുക. മിദ്യാന്റെ തല തകർക്കാൻ നിങ്ങൾ എഴുന്നേൽക്കാൻ പോകുന്നു. നിങ്ങളുടെ കയ്യിലുള്ള തീയെ കർത്താവ് കത്തിക്കാൻ പോകുന്നു. വ്യവസ്ഥ പ്രകാരം നിന്നാ മതിയെന്ന്. മുഖം മൂടി പൊളിക്കുന്ന സമയം കർത്താവ് ഇത്. നിത്യതയ്ക്ക് വേണ്ടി കർത്താവ് നിങ്ങളെ ഒരുക്കുകയാണ്. ആ നീതീകരണത്തിന്റെ വസ്ത്രം കർത്താവ് ഇടിപ്പിക്കുകയാണ്. ആരുടെയൊക്കെ മുമ്പിൽ അസാധാരണമായ ഒരു മഹത്വം കർത്താവ് ഇടുക. കുഞ്ഞാട്ടിന്റെ കല്യാണം ഒരുങ്ങിക്കഴിഞ്ഞു. കുഞ്ഞുങ്ങളെ, എപ്പോഴാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് അറിയില്ല. ക്യൂവിൽ എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് നമുക്കറിയില്ല. നമ്മൾ മുമ്പിലാണോ പുറകിലാണോ എന്ന് നമുക്കറിയില്ല. മരണം എപ്പോൾ വേണമെങ്കിലും നമ്മുടെ അടുത്ത് വരാം. മരണം കഴിഞ്ഞ് എന്ത്? കർത്താവ് ചോദിക്കുന്നു. ഇത് സുപ്രസാദകാലം, ഇന്ന് രക്ഷാ ദിവസം. ഇത് കേട്ടില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് സ്ക്രീനിൽ കാണിച്ചു തരും. ഈ അഭിഷിക്തൻ ഓർഗൻ വായിക്കുന്നത്, ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ലോകം മുഴുവനും കാണുന്ന രീതിയിൽ കർത്താവ് പ്രദർശിപ്പിക്കും. നിനക്ക് ഒരു തരത്തിലും ഈ ദൈവരാജ്യത്തിൽ നിന്ന് മാറിപ്പോകാൻ പറ്റില്ലെന്ന്. നിത്യതയെ കരസ്ഥമാക്കാതെ ദുഷ്ടൻ നിന്നെ കെട്ടിവെച്ച ചില മുഖങ്ങൾ അഴിയുകയാ. ചിലരുടെ തലയിൽ നിന്ന് ആ കെട്ട് അഴിയുന്നുണ്ട്.
വോളണ്ടിയേഴ്സ് വളരെ കെയർ ആയിട്ട് നിൽക്കണം. ചിലരുടെ തലയിൽ നിന്ന് ആ കെട്ടഴിയും, ചിലര് തറയിൽ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ബി കെയർഫുൾ ആയി നിൽക്കുക. നിന്റെ കയ്യിൽ കെട്ടിരിക്കുന്ന ചില കെട്ടുകൾ പൊട്ടുന്നു, തൊണ്ടയിൽ കെട്ടിരിക്കുന്ന ചില കെട്ടുകൾ പൊട്ടുന്നു. നീ പാടരുത്, നീ ആരാധിക്കരുത്. നിന്റെ കയ്യിൽ കെട്ടി വെച്ചിരിക്കുന്ന എന്തിനെന്നറിയാവോ? ആരാധിക്കാതിരിക്കാനാ. ആ ഫറവോന്റെ കെട്ടുകളായിട്ട് എല്ലാവരും കൈകളിൽ കളിച്ചേ. മിഥ്യാന്യർ നിന്റെ മുമ്പിൽ തോൽക്കുന്ന സമയമാണ്. നിന്റെ മുമ്പിൽ നിൽക്കുന്ന എന്ത് യുദ്ധമാണ് അത് നിനക്കേ അറിയുള്ളൂ. അത് നീ കണ്ടുകൊണ്ടാണ്. സാധാരണമായി തീ പിടിക്കണം. വ്യവസ്ഥ പ്രകാരം നിന്നാണ് ഇന്നലെ അനുഭവിച്ചതുപോലെയല്ല. ഇന്ന് അവന്റെ ദയ പുതിയതാണ്, അവന്റെ വിശ്വസ്തത പുതിയതാണ്. കഴുകനെ പോലെ ചിലരെടുത്ത് കഴുകുന്ന ചിലരെ കഥാവിനെ വായിക്കുന്നു.
നിങ്ങൾ കല്ലറയ്ക്കകത്ത് എപ്പോൾ ആകുമെന്ന് നോക്കിയിരിക്കുന്ന ദേശക്കാരുടെ മുമ്പിൽ നിങ്ങൾക്ക് ആഭിചാരം അയച്ച വ്യക്തിയെ അങ്ങനെ കാണുന്ന രീതി കർത്താവിന്റെ കണ്ണിനെ ബലപ്പെടുത്താൻ പോകുന്നു. കല്ലറയ്ക്കകത്ത് നിന്നെ ആക്കാൻ ശ്രമിക്കുന്ന ചില ആഭിചാര മണ്ഡലങ്ങൾ നിന്നെ ഉയരാൻ സമ്മതിക്കത്തില്ല, നീ എഴുന്നേൽക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് ഒതുക്കിക്കിടന്ന ചില മണ്ഡലങ്ങൾ പുതിയ ദർശനം നിന്റെ അകത്തുള്ളതുകൊണ്ട് നീ പുറത്തു വരും. ദർശനം നിന്റെ അകത്തുള്ളതുകൊണ്ട് പുറത്തു വരും. അസാധാരണ പീഡനങ്ങൾ പിടിക്കുകയാണ്. ആദ്യം വെറുതെ അല്ല ഇതിനകത്ത് നീ വന്നത്. മനസ്സ് ഭാരത്തോടെയാണ് വന്നത്. മനസ്സ് ഭാരത്തോടെയാണ് വന്നത്. മനസ്സ് ഭാരത്തോടെയാണ് വന്നതെന്ന് പരിശുദ്ധ വിളിച്ചു പറയുന്നു. ശത്രു കാത്തിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവ്. കൂടുതലൊന്നും വേറെ ഒന്നും നിനക്ക് വേണ്ട. 300 പേര് മതി. നിന്റെ കൂടെ യുദ്ധത്തിന് 300 പേര് മതി. എനിക്ക് അധികം ആൾക്കാരെ വേണ്ട. നേരെ ചൊവ്വേ നിൽക്കുന്ന 300 പേര് മതി. വിശുദ്ധിക്ക് വേർപാടിനോ വ്യവസ്ഥാപ്രകാരം നിൽക്കുന്ന ചിലതിനെ കർത്താവ് പുറത്തു കൊണ്ടുവരും. കർത്താവിനെ കാണിക്കുന്നു. വലിയ കുഴി തയ്യാറാക്കി നിന്നെ ആ കുഴിയിലകത്ത് ഇട്ട് മൂടാൻ ശത്രു നോക്കി കാത്തിരിപ്പുണ്ട്. പക്ഷേ ആ കുഴിയിൽ നിങ്ങൾ വീഴില്ല. കുഴി കുഴിച്ചവൻ അതിൽ വീഴും. മതില് പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. കല്ല് ഉരുട്ടുന്നവന്റെ മേൽ തിരിഞ്ഞുരുളും. നീതിയോടെ നിന്നാ മതി, വിശുദ്ധിയോടെ നിന്നാ മതി, വ്യവസ്ഥ പ്രകാരം ഓടിയാ മതി. ശത്രു സൈന്യ ചെങ്കടൽ മുങ്ങാൻ പോവാ. നിന്നോട് പരിശുദ്ധത വിളിച്ചു പറയുന്നു. ശത്രു സൈന്യം ഹല്ലേലൂയ ചെങ്കടലിൽ മുങ്ങാൻ പോകുന്നു. സുധചേച്ചി പരിശുദ്ധത നിങ്ങളോട് വിളിച്ചു പറയുന്നു. ജോലിക്കകത്ത് നിങ്ങൾ ചെയ്യാത്ത ചില കുറ്റങ്ങൾ നിന്നെ കുറിച്ച് പറഞ്ഞു നടക്കുന്നവരുണ്ട്. അവരുടെ വായ് അടയാൻ പോകുന്നു. തകർക്കൊന്ന് പദ്ധതിയിട്ട് നോക്കിയിരിക്കുക. എപ്പോൾ നിന്റെ പേര് നശിച്ചു പോകും. നീതിമാൻ കർത്താവിന്റെ സന്നിധിയിൽ അഭയം പ്രാപിക്കും. നീതിമാൻ കുലുങ്ങി പോകത്തില്ല. പ്രിയ സിസ്റ്റർ റീനയോട് പരിശുദ്ധമ്മ പറയുന്നു, നിങ്ങൾ ഇട്ടിരിക്കുന്ന കടയില ചുറ്റും ക്ലോസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില പറവോന്യ ദുഷ്ട വ്യാപാരങ്ങളുണ്ട്. നിങ്ങളെ കാണുമ്പോൾ ഭയങ്കര സ്നേഹം, നമുക്കറിയാൻ പറ്റില്ല. പ്രാർത്ഥിക്കുക. ചിലരോട് വ്യക്തമായി ദൂത് പറയുന്നു. മുഖം മൂടി ധരിച്ചു നിൽക്കുന്ന ചിലതിനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് ഓടാൻ പറ്റില്ല. ഇപ്പോൾ അസാധാരണമായി ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ വെളിപ്പെടും. പ്രാപിക്കാൻ നിൽക്കുന്നവരുടെ മേൽ ആ സാന്നിധ്യം വെളിപ്പെടും. നിന്റെ ശത്രു എത്ര പ്രബലനാണെങ്കിൽ നീ ശത്രുവിനെ നോക്കണ്ട. മന്ത്ലി ഒരു മീറ്റിംഗ് ആണ് നമുക്കുള്ളത്. നിങ്ങളുടെ മേൽ തീന്ന് പിടിച്ചേ പറ്റൂ. യെസ് യെസ് മൺകൂടം ഉടയണം, തീ കത്തും. മൺകൂടം ഉടഞ്ഞാൽ തീ കത്തും. നിന്റെ ശരീരം നീ ഏൽപ്പിച്ചു കൊടുത്താൽ തീ പിടിക്കും. തീ പിടിക്കും, തീ പിടിക്കും. ആരാധനയകത്ത് തീ പിടിക്കും. അത്ഭുതങ്ങൾ നടക്കും, അതിശയങ്ങൾ നടക്കും. നീ ഭവനത്തിലേക്ക് മടങ്ങി പോകുമ്പോൾ നീ അത് കാണും. ആരാധിക്കുന്ന ഒരു അഭിഷേകം, ആരാധനയുടെ അഭിഷേകം നിങ്ങളുടെ തീ പിടിക്കുക, തീ പിടിക്കുക. കൈകളിലേക്ക് തീ പിടിക്കുന്നു, തീ പിടിക്കുന്നു, തീ പിടിക്കുന്നു. ആരുടെ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ തീ മൺകുടമുടയും തീ കത്തിയിടും ആരാധനകൾ. ആ തീയുടെ അഭിഷേകം പോരാ 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 പോരാ. നിങ്ങളുടെ മേൽ അസാധാരണമായ കൊടുങ്കാറ്റ് പോലെ, ചിലരുടെ മേൽ അസാധാരണമായ പേമാരി പോലെ, ചിലരുടെ മേൽ തീയുടെ അഗ്നി ജ്വാല പോലെ. തീ പിടിക്കട്ടെ, തീ പിടിക്കട്ടെ. നോക്കിക്കൊണ്ടിരിക്കുക, പ്രാപിക്കേണ്ടത് പ്രാപിച്ചോണ്ട് പോകും. നിന്റെ കാലിന്റെ മേൽ തീ പിടിക്കും, കാലിന്റെ മേൽ തീ പിടിക്കട്ടെ, തീ പിടിക്കട്ടെ, തീ പിടിക്കട്ടെ. നിന്റെ അഭിഷേകങ്ങളെ മറികടക്കാൻ നിന്റെ കാലിന്റെ മേൽ അഭിഷേകത്തിന്റെ തീ, നിന്റെ കാലുകളെ മാത്രമേ കാലുകൾക്ക് തുല്യമാക്കി രീതികളിൽ നിർത്തുന്ന അഭിഷേകത്തിന്റെ തീ. തീ പിടിക്കുന്നു. ഗീത സഹോദരിയുടെ തീ പിടിക്കുന്നു. ഇതുവരെ വർഷങ്ങളായി ആരാധിക്കാൻ പറ്റാത്തൊരു സഹോദരിയാണ്. ആ സഹോദരിയെ വിളിച്ച് എല്ലാവരും ഇരുന്നേ, സഭയിൽ എല്ലാവരും ഇരുന്നേ. വലിയൊരു റിസൾട്ട് കർത്താവ് ഒരുക്കിയത്. ഗീത സിസ്റ്ററെ ഒന്ന് ഫ്രണ്ടിലോട്ട് വന്നേ. എത്ര വർഷമായി കർത്താവിനെ ഇങ്ങനെ ഒന്ന് തുള്ളിച്ചാടി ആരാധിച്ചിട്ട്?
കൂടെ ഫ്രണ്ടിലോട്ട് ഒന്ന് വന്നേ. പറഞ്ഞേ. ഒരു വോളണ്ടിയർ കൂടെ ഒന്ന് വേഗത്തിൽ ഒന്ന് വന്നേ. 2.5 വർഷമായി ചേച്ചി ഒന്ന് നേരെ 2.5 വർഷമായി ഈ ചേച്ചി ഒന്ന് ആത്മാവിൽ ആരാധിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടി. ഞാൻ ചെയ്ത ശുശ്രൂഷയുടെ റിസൾട്ട് ആയിട്ട് പരിശുദ്ധനോട് പറയുന്നു. അതുകൊണ്ടാണ് നിങ്ങളോട് പറയും, കെട്ടുപൊട്ടിയാൽ ആരാധിക്കും. ഇപ്പൊ എന്തനുഭവിക്കണം, ആദ്യം നിൽക്കാൻ പറ്റണില്ല. അതാണ് ഞാൻ ഈ സമയത്ത് വീട്ടിലിരുന്ന ഈ അഭിഷേകം കിട്ടോ, കെട്ടുപൊട്ടോ? ഇല്ല. അടുത്ത മീറ്റിംഗിൽ നമുക്ക് കാണാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന നല്ല സമയത്തിനായി നന്ദിയുള്ള സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, ഒരാരാധനയുടെ നമുക്ക് നീ പ്രാർത്ഥിയും സഹായിച്ചു കടന്ന സഹോദരങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. ദൈവത്തിന് അധികം പ്രാപിച്ച് മടങ്ങുകൊണ്ടേയും സഹായിക്കണമേ. ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ മക്കളുടെ കൂടെ പോരണമേ. ഈ ആലയത്തിൽ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഈ മക്കൾ അനുഭവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും പ്രിയപ്പെട്ടവരുണ്ടമേ. മനസ്സിന് ഭാരത്തോടെ പ്രയാസത്തോടെ രോഗിയായി തകർന്ന് ഈ ആലയത്തിൽ പ്രവേശിച്ച എല്ലാ മക്കളും തിരിച്ചു മടങ്ങി പോകുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം സഹായിക്കണമേ. സുഖം ഞങ്ങളുടെ പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. അനുഗ്രഹത്തോടെ ഈ ആരാധന വന്ന് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. തിരുമേനി പറയേണ്ട പ്രതികളുണ്ടായിരുന്നു, സാഹചര്യങ്ങളൊക്കെ അനുകൂലമല്ലായിരുന്നെങ്കിലും തിരുമേനി സഹകരിച്ച് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്ത മീറ്റിംഗ് ശനിയാഴ്ച രാവിലെ കൃത്യം 10:30 മണിക്ക് ആരംഭിക്കും. പ്രാർത്ഥന കൂടാതെ കടന്നുവരും. നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ താല്പര്യം എല്ലാവർക്കും വേണ്ടി പ്രിയ നമ്മൾ പ്രാർത്ഥിക്കും. പിന്നെ വേണം ഞാൻ അത്യാവശ്യം ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഓക്കെ.